Hello, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. ആരും തിരിച്ചു ഗുഡ് ആഫ്റ്റർനൂൺ പറയാണ്ടായപ്പോ ഞാൻ ചോദിച്ചേ എന്റെ സൗണ്ട് കേൾക്കാനുള്ളതാണ് കുറെ പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യനൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടി. ഹോംവർക്ക് ആയിട്ടുണ്ടായിരുന്നോ? ഹോംവർക്ക് ഉണ്ടായിരുന്നോ? സൗണ്ട് ക്ലിയർ ആവണില്ലേ? ഞാൻ പറയുന്നു ലാഗ് ചെയ്യണ്ട. ക്ലിയർ ആണ് മാം. ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ ശരിയാവുന്നില്ലേ? ക്വസ്റ്റ്യൻസ് എടുത്തോളട്ടെ. അന്നത്തെ സ്ക്രീൻ കാണണ്ടോ? നമ്മുടെ ഷെയർ ചെയ്യുന്ന സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല മാം. മാമിന് മാത്രമേ കാണുന്നുള്ളൂ. ഒരു ലാഗാണല്ലോ. കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണാനല്ലേ? കാണുന്നുണ്ട്. കാണുന്നവരൊന്ന് ഒന്ന് ലീവ് ചെയ്തൊന്ന് റിജോയിൻ ചെയ്യേ. എക്കോ ആരെങ്കിലും ഓൺ ആക്കിയപ്പോ, അതായത് നമ്മുടെ അൺമ്യൂട്ട് ചെയ്തപ്പോ ഒന്ന് എക്കോ എക്കോ ഉണ്ടോ? മിസ് പറയുന്നേല മുറിഞ്ഞു മുറിഞ്ഞിട്ടാ മിസ്സേ വരുന്നത്. ഞാൻ എഴുതുമ്പോഴും ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്ക്രീനിൽ അത് തെളിയുന്നത്. എന്താണാവോ പ്രശ്നം? നെറ്റ് ബ്രേക്ക് ആവാൻ സ്ക്രീനിൽ കാണില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കി എഴുതിയിരുന്ന ക്വസ്റ്റ്യൻ 2.6 സ്ക്വയർ അല്ലെ, മൈനസ് 2.4 സ്ക്വയർ. ഇതാണോ ചോദ്യം? മിസ്സേ ഓഡിയോ ബ്രേക്ക് ആണല്ലോ, ഒന്നും കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിക്കട്ടെ അവരോട്. ഇപ്പോ ടെക്നിക്കലി നമ്മള് പഴയ സ്ഥലത്ത് നിന്ന് വേറെ
ഷിഫ്റ്റ് ആയി. അപ്പൊ അതിന്റെ ചിലപ്പോ നല്ല പ്രശ്നങ്ങളായിരിക്കും. രണ്ട് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് മിസ്സേ. പിന്നെ ഓക്കെ, അതെ, ചെറിയ ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ അത് 4Gയിലാണെന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ അത് 5Gയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അതാണ് നെറ്റില് ആ ഒരു റേഞ്ച് വേരിയേഷൻ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നത്. ഇപ്പൊ ശരിയായോ? മാറ്റം എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, കുറച്ച് മാറ്റമുണ്ട്. അപ്പൊ വോയിസ് കുറച്ചൊക്കെ കേൾക്കണ്ട്. കുറച്ച് മാറ്റമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ എഴുതിയേക്കത്ത് കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, നേരത്തെ എന്നാണ് പറയണേ. ശരി, ഇന്ന് ഒന്ന് ചെയ്യാം. ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, കാരണം 5G അല്ല, അതുകൊണ്ടാണ്. 4G ആണ്, 5Gയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. അവര് വന്നില്ല. പിന്നെ ടെക്നിക്കൽ ആളുകൾ വന്നാലല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് അതനുസരിച്ച് ഇന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നോക്കാം. 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ. ഇതിന്റെ ആൻസർ എന്താണെന്നാണ്. അവിടെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാട്ടാ. ഓക്കെ, അറിയാം. എത്ര ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടായിരുന്നു? ഒരെണ്ണാണോ? രണ്ടെണ്ണോ? അധികമില്ലല്ലോ, 1-2 ഒക്കെ അല്ലേ ഉള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിലെ എന്തോ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളത്? എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ്. 2 ഉള്ളൂ. 2 ഉള്ളൂ. അപ്പൊ ഓക്കെ, അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നാമത് ഇന്ന് നെറ്റ് നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി അതുകൂടിയും പറഞ്ഞു വരുമ്പോ നമ്മുടെ ഇന്നത്തെ ഒക്കെ പ്രോബ്ലം നമുക്ക് മുന്നോട്ട് പോകില്ല. അതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് പഴയതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് കണ്ടെത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിന്റെ മാത്രം എടുത്ത് 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ. ഇതിന്റെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വിചാരിക്കും 26ന്റെ സ്ക്വയർ ചെയ്യാം, എന്നിട്ട് അതിന്റെ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 24ന്റെ സ്ക്വയർ ചെയ്യാം, എന്നിട്ടും പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അല്ലെ? എന്നാൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റിയുടെ ഫോം ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലാണ് അല്ലെ? അതെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് ഇരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് ഈക്വൽ ആണ്, അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് ഈക്വൽ ആയ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ഈ ഒരു സംഖ്യനം അങ്ങനെ തന്നെ ആക്കാം. നമുക്ക് എ പ്ലസ് ബി, അതായത് തന്നിരിക്കുന്ന 2 വാല്യൂസിനെ എയും ബിയുമായിട്ട് കൺസിഡർ ചെയ്താൽ 2.6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എ സ്ക്വയർ ആയിട്ടും 2.4ന്റെ സ്ക്വയർ അത് ബി സ്ക്വയർ ആയിട്ടും കൺസിഡർ ചെയ്താൽ നമുക്ക് അതിനെ ഈ 2 സെപ്പറേറ്റ് ബ്രാക്കറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എ പ്ലസ് ബിയും എ മൈനസ് ബിയും, അതായത് 2.6 പ്ലസ് 2.4 അത് രണ്ടും കൂടി കൂട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ 2.6 മൈനസ് 2.4 കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് ചെയ്താൽ മതി. 2.6ന്റെ കൂടെ 2.4 കൂട്ടിയാൽ എത്രയാണ്? 2.6ഉം 2.4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5.0. 5.0 മാത്രം ഉള്ളെങ്കിൽ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. 5.0. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിന്റെ ഉത്തരം നമുക്ക് കിട്ടും 5 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു ഈ 2 ബ്രാക്കറ്റുകളുടെ ഇടയിൽ വേറെ സിമ്പിൾസ് ഒന്നുമില്ല, സൈൻ ഒന്നുമില്ല, അടയാളങ്ങളൊന്നുമില്ല. ദാറ്റ് മീൻസ് അത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 2.6 പ്ലസ് 2.4 എന്നുള്ളതിന്റെ ഉത്തരം 5 ഇൻറ്റു
2.6 ഇനി എന്ത് ചെയ്യണം? 2.4 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2.6 2.4 കുറച്ചാൽ എന്ത് കിട്ടും? 0.2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 5 × 0.2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 2.6 0.2. ഈ 2ന് 5 കൊണ്ട് നമുക്ക് പോയിന്റ് ഇല്ലാതെ അങ്ങോട്ട് കുടിച്ചു നോക്കാം. 2 × 5 10 ആണ്. പക്ഷെ ഒരു സ്ഥാനം നീക്കി ഇവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനം നീക്കി നമുക്ക് ഇങ്ങോട്ട് പോയിന്റ് ഇടാം. എവിടെ നിന്ന്? വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. ദാറ്റ് മീൻസ് ആൻസർ 1.0. 1.0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അർത്ഥം. 1 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 5, 0.1, പിന്നെ 0.2, പിന്നെ 1 ഇങ്ങനെ 4 ഓപ്ഷൻസ് ആൻസർ ഉണ്ട്. 1 ആണ് അതിലെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1/3 ഡെസിമൽ ഫോം എന്താണെന്നാണ് ചോദിച്ചത്. 1/3 ദശാംശ രൂപം. അതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 0.333 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 0.111 അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 0.1010 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത് ഒരെണ്ണം തന്നിരിക്കുന്നത് 0.3131 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഫസ്റ്റ് വൺ. ആദ്യത്താണോ? കറക്റ്റ് ആണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? 1/3 ദശാംശ രൂപത്തിലാക്കാൻ 1/3 എന്നതിനെ ദശാംശത്തിലാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെയുള്ള സംഖ്യകളെയൊക്കെ ഇപ്പൊ 3 അതുപോലെ തന്നെ 7 ഇതൊന്നും ടെൻസിന്റെ മൾട്ടിപ്പിൾസിലേക്ക് ആക്കാൻ പറ്റില്ല. 10ന്റെ പവേഴ്സിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ 10ന്റെ പവറുകൾ കൃത്യംഗങ്ങളാക്കാൻ പറ്റാത്ത സംഖ്യകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? സാധാരണ ഇത് ചെയ്യുന്നത് നമ്മൾ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അംശത്തിനെ ഛേദം കൊണ്ട് ഹരിക്കുക. അംശം ഇതിനകത്ത് 1 ആണ്. 1/3 എന്ന് പറയുമ്പോ ഇതാണ് അംശം, ഇത് ഛേദമാണ് അല്ലെ? ഇത് ഛേദം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്നും ഡിനോമിനേറ്റർ എന്നും പറയും. അപ്പൊ 1നെയാണ് നമുക്ക് 3 കൊണ്ട് ഹരിക്കേണ്ടത്. 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 3 വലിയ സംഖ്യയാണ്, ഗ്രേറ്റർ നമ്പറും 1 ഉള്ളിൽ കിടക്കുന്ന 1 ചെറിയ സംഖ്യയാണ്. അപ്പൊ ഈ ചെറുതിനെ നമുക്ക് ഭാഗിക്കാൻ പറ്റില്ല വലിയ സംഖ്യ കൊണ്ട്. വലുതിനെയാണ് നമ്മൾ ചെറിയ സംഖ്യ കൊണ്ട് ഭാഗിക്കുക. ഭാഗിക്കണമെങ്കിൽ കുറച്ച് വലുതായിരിക്കണം അല്ലെ? അപ്പൊ കമ്പാരിറ്റീവ്ലി എന്ത് വെച്ചിട്ടാണോ ഭാഗിക്കേണ്ടത് അത് കുറച്ച് വലുതായിരിക്കണം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാഗിക്കാൻ പറ്റുന്നത് പോലെ ആക്കി മാറ്റണം. സോ ഇവിടെ ഭാഗിക്കാൻ പറ്റുന്ന പോലെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ആഡ് പോയിന്റ്. ഒരു ഡെസിമൽ പോയിന്റ് ആദ്യം തന്നെ ഇടാം. ഒരു ഡെസിമൽ പോയിന്റ് ആദ്യം തന്നെ ഇട്ടാൽ നമുക്ക് ആ സംഖ്യനെ വലുതാക്കാൻ വേണ്ടി അപ്പുറത്തൊരു 0 ഇട്ട് കൊടുക്കാം. എവിടെ? വലതുവശത്ത് ഒരു 0 ഇടാം. അപ്പൊ അത് 10 ആയി വായിക്കും. 3 10ൽ 3 പ്രാവശ്യമാണ് പോകുക. 3 3s are 9. അപ്പൊ 9 നമ്മൾ എഴുതുന്നു. ബാക്കി ഒരു 1 ഉണ്ട്. അപ്പൊ ഒരു സംഖ്യയല്ല നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ ആശ്രയിച്ച് വരണം ആൻസർ. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നു. വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും മുകളിൽ പോയിന്റ് ഇടാൻ പാടില്ല. ഒറ്റ പ്രാവശ്യം ഒരു സമയത്ത് ഒരു പോയിന്റേ പാടുള്ളൂ. അറ്റ് എ ടൈം ഒരു പോയിന്റ് മാത്രമേ ഒരു സംഖ്യയിൽ ഒരു സംഖ്യ നമുക്ക് എഴുതേണ്ടി വരുമ്പോൾ ഒരു പോയിന്റേ ഒരു പ്രാവശ്യം കാണുള്ളൂ കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് 3 3s are 9 തന്നെ വരുന്നു. അതങ്ങനെ ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കാരണം എപ്പോഴും റിമൈൻഡർ കിട്ടുന്നത് 1 ആണ്. അപ്പൊ വീണ്ടും 3 3 3 ആകും. സോ ദ ആൻസർ ഈസ് 0.333 എന്ന ഓപ്ഷൻ ആണ്. അതായത് 1ാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വേഗം പറയാ. കാരണം നമ്മൾ ലാഗ് ആവും. ഓൾറെഡി നെറ്റ് ഇഷ്യൂ കൊണ്ട് ലാഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളുക. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ 0.333 എന്ന് ആവർത്തിക്കുന്ന 1ാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ദെൻ അഗൈൻ അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. ഒക്കെ കുറെ ദശാംശങ്ങളും ഭിന്നസംഖ്യകളുമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൂടുതലും. അപ്പൊ 0.2 × 0.2 പ്ലസ് 0.002 അല്ലെ? ഇൻറ്റു അതെ ഇൻറ്റു 0.002 ബൈ തീർന്നിട്ടില്ല ബൈ 0.0404. ഇതിന്റെ ആൻസർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? 2.04 4.42 1 1/5. ഇതിലേതാണ് ആൻസർ എന്ന് നോക്കാം. 1 ആണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ഇത് രണ്ടും കൂടി ഗുണിക്കാം. 0.02 × 0.02. ഇവിടെ പൂജ്യങ്ങളൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. പൂജ്യങ്ങളെ അറ്റത്തായിട്ടല്ലേ കിടക്കുന്നത്. എന്നില്ലെങ്കിൽ ഡെസിമൽ പോയിന്റിനോട് ചേർന്ന് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ഏറ്റവും അറ്റത്തും വലതുവശത്ത് ഇടതുവശത്ത് അറ്റത്തോ പൂജ്യങ്ങൾ വരികയാണെങ്കിൽ ആ പൂജ്യം കൺസിഡർ ചെയ്യാതെ എന്തായാലും കൺസിഡർ ചെയ്യണം ഗുണിക്കുമ്പോൾ.
അതേസമയം അറ്റത്തുകളിലാണെങ്കിൽ 0 കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും വേറെ സംഖ്യകളില്ല എങ്കിൽ ആ 0 അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ഗുണിക്കാം. ഇപ്പൊ 2 × 2 4 നമുക്കറിയാം. പക്ഷെ നമ്മുടെ 2 ഡെസിമൽ നീക്കിയിട്ടാണ്, ഓരോ ഡെസിമൽ നീക്കിയിട്ടാണ് സംഖ്യ കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അതിനിപ്പോ 4 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഒരു സ്ഥാനം കൂടി നീക്കാൻ വേണ്ടി ഒരു 0 നമ്മൾ മുമ്പിൽ ചേർക്കണം. അപ്പൊ 0.04 എന്ന് കിട്ടി. ആ ഭാഗം മാത്രം കേട്ടാ, ആദ്യത്തെ ഭാഗം. ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ 0.02 × 0.0, 2 0 ഉണ്ടാ? ഇല്ല, ഒരേ 0 ഉള്ളൂ അല്ലെ. 0.02, ഒരു 0 ഉള്ളൂ കേട്ടാ. 0.02 × 0.02 എന്നതും കൂടി അതേപോലെ തന്നെ ചെയ്യണം. അപ്പൊ എന്ത് വരും? വീണ്ടും 4 തന്നെയാണ് ഉത്തരം വരിക. പക്ഷെ അവിടെയും നമുക്ക് എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 4 സ്ഥാനം. കാരണം ഇതിന്റെ അടുത്ത് 2 സ്ഥാനമുണ്ട്, ഇവിടെയും 2 സ്ഥാനമുണ്ട്. അങ്ങനെ മൊത്തം 2 × 2 4 സ്ഥാനങ്ങൾ നീക്കി പോയിന്റ് ഇടണം. നമുക്ക് ഒരു സ്ഥാനത്തിന് 4 ഉത്തരമുണ്ട്. പക്ഷെ നമുക്ക് ഒരു 4 സ്ഥാനമാക്കണമെങ്കിൽ തൊട്ട് മുന്നില് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പൊ 0.0004 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബൈ ഇട്ടിട്ട് ഈ കിടക്കുന്ന സംഭവം തന്നെ അടിയിലത്തെ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതണം. ദാറ്റ് മീൻസ് 0.04 പ്ലസ് 0.0004 ബൈ, ഇനി അവിടെ തന്നിരുന്നത് 0.0404 എന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0.004 0.04 കൂടി കൂട്ടി എന്ത് കിട്ടും? മുകളിലത്തെ 0.0404. ഓക്കെ, അടിയിൽ അത് തന്നെയാണ് അടിയിൽ വന്നേക്കണേ, അവര് തന്നേക്കണേ 0.0404 തന്നെയാണ് അടിയിൽ തന്നേക്കണേ. അപ്പോ നമുക്ക് എന്ത് കിട്ടും? ആൻസർ രണ്ടും അടിയിലും ഉള്ള അംശവും ഛേദവും ഒരേ സംഖ്യ തന്നെയാണ് വന്നേക്കണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അംശവും ഛേദവും ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ ഉത്തരം 1 എന്നായിരിക്കും. ഓക്കെ, അതിന്റെ ആൻസറും 1 തന്നെയാണ്. കേട്ടോ? ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 114.5 എന്നതിൽ ഫൈവ് പ്ലേസ് വാല്യൂ എന്നാണ് ഓപ്ഷൻസ് തന്നെ. മാം ഫുള്ള് സ്റ്റെക്ക് ആണ്, ഒന്നും കേൾക്കുന്നില്ല. കുഴപ്പമില്ല, പക്ഷെ കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങള് പോയല്ലേ. മാം ഒന്നും കേൾക്കുന്നില്ല. അതെ, ഈ സ്ക്രീൻ ലീവായി പോയി. ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതാണ്. സ്ക്രീനേ സിറ്റായി പോയി. നിങ്ങളെ കേൾക്കണില്ല കേട്ടോ. ഷെയർ ചെയ്യുന്ന സ്ക്രീൻ, അതുകൊണ്ടാണ്. അപ്പൊ ഞാനൊന്ന്
ഹലോ ഹലോ കേൾക്കാം മിസ്. ഓക്കെ, കേൾക്കുന്നുണ്ട്. 5ന്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിച്ചത്. അപ്പൊ 114.5 എന്ന് പറയുന്നതിൽ 5ന്റെ പ്ലേസ് വാല്യൂ, ഈ പോയിന്റിന് മുമ്പുള്ള സംഖ്യ, ഡെസിമൽ പോയിന്റിന്, അതായത് ദശാംശത്തിന് തൊട്ട് മുന്നിലുള്ള സംഖ്യകളെ നമ്മൾ എങ്ങനെ വിളിക്കും? അതിന് പ്ലേസ് വാല്യൂ അനുസരിച്ച് ഇത് വൺസ് അല്ലെ, ഒറ്റ അല്ലെങ്കിൽ വൺസ് എന്ന് വിളിക്കും അല്ലെ. അടുത്ത രണ്ടാമത്തെ അക്കത്തിന് ടെൻസ് എന്ന് വിളിക്കും അല്ലെ, ടെൻസ്, TENS എന്നാണ് കേട്ടോ. അടുത്തത് ഹൺഡ്രഡ്സ് അങ്ങനെ വിളിക്കും. അപ്പൊ അങ്ങനെയുണ്ട്, ഒറ്റ, 10, 100. ഇനി പോയിന്റിന്, ഡെസിമൽ പോയിന്റിന് അപ്പുറത്തേക്ക്, അതായത് ദശാംശ സംഖ്യ തൊട്ടപ്പുറത്തുള്ള സംഖ്യകൾ തുടങ്ങി നമ്മൾ വായിക്കുന്നത് ടെൻത്ത് എന്നാണ്. ടെൻത്ത്, ഹൺഡ്രഡ്ത്ത്, തൗസൻഡ്ത്ത് എന്നാണ്. ഉണ്ട് കേട്ടോ ലാസ്റ്റ്. മറ്റേത് അങ്ങനെയല്ല, വൺസ്, ONES, ടെൻസ്, TNS, ഹൺഡ്രഡ്സ് ആണെങ്കിൽ HUNDREDS, എല്ലാത്തിനും കൂടെ എസ് മാത്രമേ ഉള്ളൂ. മറ്റേത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് ടെൻത്ത്, അവിടെ വൺസ് ഇല്ല കേട്ടോ, ടെൻത്ത്, ഹൺഡ്രഡ്ത്ത്, തൗസൻഡ്ത്ത് എങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു സംഖ്യാരൂപത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, 1/10 എന്നാണ്. ടെൻത്ത് എന്ന് പറയുമ്പോൾ 1/10, ഹൺഡ്രഡ്ത്ത് എന്ന് പറയുന്നതിന് 1/100, തൗസൻഡ്ത്ത് എന്ന് പറയുന്നതിന് 1/1000 അങ്ങനെയാണ്. അപ്പൊ 5ന്റെ സ്ഥാനമില്ല എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതാണ്. അപ്പൊ 1/10, 10ന്റെ സ്ഥാനമല്ല, 1000ന്റെ സ്ഥാനമല്ല, 100ന്റെ സ്ഥാനമല്ല, ഒറ്റയുടെ സ്ഥാനമൊന്നുമല്ല 5 എന്ന് പറയുന്നത്. ഓക്കെ, അത് ടെൻസിന്റെ ആണ്, 1/10 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. $7.85 into 7.85 പ്ലസ് ഇടയ്ക്കുള്ള സംഖ്യയും ചിഹ്നമൊക്കെ നോക്കാട്ടെ. 2 into 7.85 into 2.15 അല്ലെ, 2.15 പ്ലസ് ചിഹ്നങ്ങൾ നോക്കണം. ഇവിടെ ഇത്രയും സ്ഥലത്ത് അവിടെ രണ്ടിടത്തും ഇൻഡു ആണ്, പിന്നെ ഒരു പ്ലസ്, പിന്നെ ഇത്രയും സംഖ്യകൾ ഇൻഡു ആണ്, അതിനുശേഷം വീണ്ടും പ്ലസ് 2.15 into 2.15 അറ്റത്ത്. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയുടെ ഫോം ഓർമ്മ നോക്ക്. A plus B whole square. അത് തന്നെ. നമ്മൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു സംഭവം ഇങ്ങനെയാണ്, A into A, ആദ്യത്തെ രണ്ട് സംഖ്യ ഒരേപോലെ തന്നെ വന്നിരിക്കുന്നു. അപ്പൊ A into A പ്ലസ് 2 into വീണ്ടും എയും ബിയും വേറെ വേറെ സംഖ്യയാണ്. A ഉണ്ട്, അതിനകത്ത് B ഉണ്ട്, പ്ലസ് വീണ്ടും B into B. ഓക്കെ, B into B. അപ്പൊ ഇത് നമ്മളൊരു പഠിച്ചിരിക്കുന്ന സർവസമാന വാക്യ രൂപമാണ്, പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. അപ്പൊ A into A means A square,
പ്ലസ് 2 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ 2ab പ്ലസ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ. അതായത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? എന്തിന് ഈക്വൽ ആയിരിക്കും? എ പ്ലസ് ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് തുല്യമാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പൊ 2 വാല്യൂ കിട്ടിയില്ല. അതിനകത്ത് എയും ബിയും ഏതാന്ന് മനസ്സിലായി നമുക്ക്. 7.85 എന്ന് പറയുന്നത് എയും 2.15 എന്ന് പറയുന്നത് ബിയും. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം, അതിനെ സ്ക്വയർ ചെയ്യാം. 7.85ഉം 2.15 കൂടി പ്ലസ് ചെയ്താൽ കിട്ടും. എത്ര കിട്ടും? 10. കൂട്ടി നോക്കിയോ? എല്ലാവർക്കും കൂട്ടാനായിട്ട് പറ്റിയോ? 7.85 ഇങ്ങനെ 2.15 ഇങ്ങനെ ആഡ് ചെയ്യാ, പ്ലസ് ചെയ്യാനാണ് 5 10. ബാലൻസ് 1 മുകളിൽ കൊടുത്തു. 8 ഒന്നും ഉണ്ട്, അപ്പൊ 10 വീണ്ടും 0 കൊടുത്തു. വീണ്ടും ബാലൻസ് 1 ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. 7 2 1 9 7 2 9 9 1 10 വീണ്ടും 10. അപ്പൊ നമുക്ക് കിട്ടിയത് 10.00. 10.00ക്ക് വാല്യൂ ഇല്ല അവിടെ. 10ന്റെ സ്ക്വയർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നുള്ള ആൻസർ സെലക്ട് ചെയ്യാം. 10ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ. എന്താ 10ന്റെ സ്ക്വയർ? 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള ആൻസർ എഴുതിയാൽ മതി. ഉത്തരം എങ്ങനെയൊക്കെയാണ്? 10 സ്ക്വയർ, 7.85 സ്ക്വയർ, 2.15 സ്ക്വയർ, പിന്നെ 5.70 സ്ക്വയർ. 4 ഓപ്ഷൻസ്. അപ്പൊ ഇതിനകത്ത് ഇത് മാത്രമേ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പെട്ടേക്കുന്ന ആൻസർ ഉള്ളൂ. 100 എന്ന് നമുക്ക് ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്താൽ മതി. 10 സ്ക്വയർ ആദ്യത്തെ ഓപ്ഷൻ ആയ 10 സ്ക്വയർ ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ എ പ്ലസ് ബി, എ ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു ബി, ദാറ്റ് മീൻസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആ സ്ട്രക്ചർ കിടക്കുന്നത്. ദാറ്റ് മീൻസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലായ ആ സംഖ്യകൾ എയും ബിയും എടുക്കുക, അത് പ്ലസ് ചെയ്യുക, അതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ആയിട്ടാണ് ആൻസർ തന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുന്ന ആൻസർ, സോ അത് ചൂസ് ചെയ്താലും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തു പോകും. ഇനി താഴെ പറയുന്നതിൽ അഭിന്നകം, ഇറാഷണൽ നമ്പർ, അഭിന്നകം കേട്ടോ, ഇറാഷണൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇറാഷണൽ നമ്പർ ഏതാണെന്നാണ്. ഈ താഴെ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. സംഖ്യകൾ തന്നിരുന്നോ? ഇല്ല. അഭിന്നകത്തിന്റെ മറ്റൊരു പേരാണ് ഇറാഷണൽ നമ്പർ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഇറാഷണൽ നമ്പർ ഏതാണെന്ന്, അഭിന്നകത്തിന്റെ തൊട്ട് മുകളിൽ ഇറാഷണൽ എന്നൊന്ന് വാക്ക് സൂചിപ്പിച്ചു വെച്ചേക്കാം. ഇംഗ്ലീഷിലും കൂടി, ഇംഗ്ലീഷ് എക്സാംസ് ഒക്കെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങളത് നോക്കി മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് തന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. 1.1212 അതൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തത് 1.12 ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ √4 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഉള്ള ഇതാട്ടോ, ഞാൻ ഇവിടെ ഉള്ള ഇതാ 1.121, പിന്നെ 2 പിന്നെ വീണ്ടും 2 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോറി, അതിന്റെ ഇടയിൽ ഒരു 1 കൂടി ഉണ്ട്. 122 പിന്നെ 122, 3 2s. ഇതിനകത്ത് ഏതാ അഭിന്നകം എന്നാണ് ചോദ്യം. √4. എന്താ അഭിന്നകം എന്ന് ഉദ്ദേശിച്ചത്? √4ന്റെ വാല്യൂ എന്താ? √4ന്റെ വാല്യൂ എന്താണ്? 2. √4 എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി തന്നത് തന്നെയാണ് അങ്ങനെ ചോദ്യങ്ങള്. അപ്പൊ നിങ്ങൾ തന്നെ തെറ്റിച്ചു, എല്ലാവരും തെറ്റിച്ചു. √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 2 ആണ്. 2 എന്ന് പറയുന്നത് ഒരു അഭിന്നകമല്ല. 2 ഈസ് എ നാച്ചുറൽ നമ്പർ. അതൊരു എണ്ണൽ സംഖ്യയാണ് 2 എന്ന് പറയുന്നത്. അതായത് റൂട്ട് പെർഫെക്റ്റ് ആയിട്ട് റൂട്ടുള്ള സംഖ്യകളൊന്നും തന്നെ അഭിന്നകങ്ങളല്ല. √4, √9, √25 അതൊന്നും അഭിന്നകമല്ല. അതിനൊക്കെ റൂട്ട് ഉണ്ട്. അതൊക്കെ പെർഫെക്റ്റ് റൂട്ടുള്ള സംഖ്യകളാണ്. അതൊക്കെ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അഭിന്നകം അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് p/q. p/q ഫോമിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റാതെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഇതില്ലാതെ, അതായത് ഒരു സ്ട്രക്ചർ ഒന്നും ഫോളോ ചെയ്യാതെ വെറുതെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഖ്യ, ഒരു എൻഡിങ് ഇല്ല. അതിന്റെ അറ്റത്ത് കുത്തുണ്ട് കേട്ടോ. ഈ 1. ലാസ്റ്റ് തന്നേക്കണ ഓപ്ഷനിൽ 1.122 പിന്നെ 1222 പിന്നെ കുറച്ച് കുത്താണ് അങ്ങനെ തന്നേക്കണേ. അത് നോൺ സ്റ്റോപ്പ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, കണ്ടിന്യൂയിങ് ആണ്. അവിടെ ഒരു സ്റ്റോപ്പ് ഇല്ല. ഇതിനെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല. എന്ന് വെച്ചാൽ p/q ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു അംശത്തിനെ ഛേദം കൊണ്ട് ഗുണിച്ച് ഡിവൈഡ് ചെയ്ത് ഒരു കറക്റ്റ് ദശാംശത്തിന് സ്റ്റോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ അല്ല. ഇങ്ങനെ വെറുതെ കണ്ടിന്യൂ ചെയ്തു പോകും. ഉദാഹരണങ്ങളായിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് പറയാം. √2 വില നമുക്കറിയാം 1.414 കണ്ടിന്യൂ ചെയ്യുന്നത് നിൽക്കൂല. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, എവിടെയും നിൽക്കാൻ പോണില്ല. അത് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ √3 വാല്യൂ 1.732 അങ്ങനെ ഗോ ഓൺ ചെയ്യും. വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് √4 കറക്റ്റ് ആയിട്ട് റൂട്ട് ഉണ്ട്. 2 ഈസ് ദ റൂട്ട് ഓഫ് 4. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അടുത്തതുണ്ട് √5 വാല്യൂ 2.24 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇതെല്ലാം തന്നെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതിന് അഭിനഗങ്ങൾ എന്നാണ് അതിന് പേര്. പണ്ടൊക്കെ കരണികൾ എന്നോ അങ്ങനെയൊക്കെ പറയും അതിന്. റൂട്ട് വാല്യൂസ് അതായത് പെർഫെക്റ്റ് റൂട്ട് വാല്യൂസ് ഇല്ലാതെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ പോകുന്ന സംഖ്യകൾ. അപ്പൊ ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാത്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു റിപ്പീറ്റേഷൻ ഒരു കുത്തിട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അതിനകത്ത്. ബാക്കിയെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് 1.12 എന്ന് പറഞ്ഞുകൊണ്ട് 1.12 അവസാനിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് √4 ഉണ്ട്. ഇതൊന്നുമല്ല, ലാസ്റ്റ് വന്നിരിക്കുന്ന സംഖ്യ റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് അതാണ് അഭിനകം, ഇറാഷണൽ നമ്പർ. ഓർക്കുക. എന്തോ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്ത് പറയാ, ഏത് റൂട്ട് സംഖ്യകൾ? ഇതിന്റെ ആൻസർ അഭിനകം ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നതാണോ? അതെ. അതായത് പെർഫെക്റ്റ് ആയിട്ട് റൂട്ടുള്ള സംഖ്യകളെയൊക്കെ റാഷണൽ നമ്പേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അതായത് p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ദ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യ എന്ന് വെച്ചാൽ ഹരിക്കുമ്പോഴായാലും കൃത്യം ഒരു ഡെസിമൽ പോയിന്റിൽ എവിടെയെങ്കിലും അവസാനിക്കണം. അതേസമയം അവസാനിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക നേച്ചറിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന നോൺ സ്റ്റോപ്പ് ആയിട്ട് നമുക്ക് എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ആവർത്തകങ്ങളായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇതിനകത്ത് ബാക്കിയെല്ലാം ഒരു സ്റ്റോപ്പ് ചെയ്തു. 1.12 എന്ന് പറയുന്നത് ആദ്യത്തെ, 1.12 എന്ന് പറയുന്നത് രണ്ടാമത്തെ, √4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അതും ഒരു ഇറാഷണൽ നമ്പർ അല്ല. അതിന് കറക്റ്റ് ആയിട്ട് അതൊരു നാച്ചുറൽ നമ്പറാണ് അതിന്റെ ആൻസർ ആയിട്ട് തന്നെ. അപ്പൊ അതുമല്ല. പിന്നെ ഏതാണ് ലാസ്റ്റത്തേത്? 1.12, പിന്നെ 122, പിന്നെ 122, അങ്ങനെ 3 പ്രാവശ്യം, പിന്നെ 4 പ്രാവശ്യം, അങ്ങനെയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അത് നോൺ സ്റ്റോപ്പ് ആണ്. അത് എവിടെയും അവസാനിക്കുന്നില്ല. നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന ഡെസിമൽ ഭാഗം നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ആണ് എന്ത് ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് വരിക. അപ്പൊ ഈ തന്നിരിക്കുന്ന കൂട്ടത്തില് ഈ പറയുന്ന ലാസ്റ്റത്തെ ഓപ്ഷൻ ഇതായിരുന്നു. 1.12, പിന്നെ 122, പിന്നെ 1.222 എന്ന് എഴുതി, പിന്നെ കുറച്ച് കുത്തിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അത് അവസാനിച്ചിട്ടില്ല, ഇനിയും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഒരു എൻഡിങ് ഇല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് റൂട്ട് എന്താ പറയാ. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിന് ഉദാഹരണമൊക്കെ ഇതിന്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കിക്കോ. √2ന്റെ വാല്യൂ അതൊരു ഇറാഷണൽ നമ്പർ ആണ്. √3യുടെ വാല്യൂ, √4ന്റെ വാല്യൂ നിങ്ങൾ ഞാൻ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അറിയില്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞുതരാൻ കുഴപ്പമൊന്നുമില്ല. √4 ഇതിനകത്ത് √4 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ അല്ല, ഇത് ഇതിനകത്ത് പെടുന്നതല്ല. ബാക്കിയെല്ലാം 2, 3, 4, 5ന്റെ ഒക്കെ റൂട്ട്സ് ഒക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1/2. ഇത് കഴിഞ്ഞ ദിവസത്തിന്റെ പോലത്തെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. 1/2, 1/4, 1/8, 1/16, 1/32. അതിന്റെ വില എത്ര കിട്ടും? 31/30. ഇത് നമ്മുടെ LCM ഒന്നും കണ്ട് വെറുതെ വിഷമിച്ച് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും അവസാനത്തെ, അതായത് നമുക്ക് അറിയാം തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഫ്രാക്ഷനും അതിന്റെ പകുതി വീതമാണ് കൂട്ടേണ്ടത്. ആദ്യത്തെ 1/2, അതിന്റെ പകുതി 1/4, അതിന്റെ പകുതി 1/8, അതിന്റെ പകുതി 1/16. അപ്പൊ ഓരോന്നിന്റെയും പകുതി വീതമാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചറിലാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഫ്രാക്ഷൻ ഏതാണോ, ഏറ്റവും അറ്റത്തെ ലാസ്റ്റത്തെ ഫ്രാക്ഷൻ ഏതാണോ അത് എടുത്തിങ്ങോട്ട് ഡിനോമിനേറ്റർ അത് തന്നെ അങ്ങനെ എടുത്ത് ചെയ്താൽ കണ്ട 32 എടുത്ത് എഴുതി താഴേക്ക്. അതിൽ നിന്ന് ഒരു 1 കുറച്ചിട്ട് മുകളിൽ ചെയ്താ 31. 32 1 കുറച്ച് 31/32. ഇനി അത് തന്നെ ശരിയാണോ, എനിക്ക് സംശയമുണ്ട് ഞങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് LCM വെച്ചത് ചെയ്ത് നോക്കാം. അങ്ങനെ വരുമ്പോ ഉത്തരം തന്നെ കിട്ടുള്ളൂ. 31/32. ഞാൻ വെറുതെ ചെയ്ത് കളയാനോ സമയം പറഞ്ഞത്.
ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ 31/32 ഇങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഒരു പാറ്റേണിലാണ് സംഖ്യകള് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ, എന്നുവെച്ചാൽ ഒരു ഫ്രാക്ഷൻ അതിന്റെ പകുതി അതിന്റെ പകുതി അതിന്റെ പകുതി 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 ആഡ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ലാസ്റ്റത്തെ ഫ്രാക്ഷൻ എടുക്കുക. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ഛേദം അത് തന്നെ എടുത്തെഴുതാം. അതിൽ നിന്ന് 1 കുറച്ചിട്ട് ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. 32 നിന്ന് 1 കുറച്ചാൽ 31. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് 31/32. അതൊരെണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കണേ. 1/2 + 1/4 1/8 1/16 1/32 1/64 1/122. സോ ദ ആൻസർ ഈസ് ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. 127/128. അവസാനത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 128 ആണ്. അതിൽ നിന്ന് ഒരു 1 കുറച്ച് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എഴുതി. അപ്പൊ 127/128. 127/128. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ടീച്ചർ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഇതൊന്ന് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തീർക്കണമെങ്കിൽ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ അവിടെ ബാക്കി കഴിഞ്ഞ ദിവസത്തെ ഉണ്ട്, അതങ്ങ് തീർക്കാം. ഓക്കെ, 1/x. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1/x + 1/2x + 1/4x = 1. സോ ദ വാല്യൂ ഓഫ് x ഈസ് ഡാഷ്. എന്താണ് എക്സിന്റെ വില എന്നാണ് ചോദ്യം. സെവൻ ബൈ ഫോർ എന്നാണ് എക്സിന്റെ വില. കിട്ടിയിട്ടുണ്ടോ? പറയൂ. 4 ഇതിനകത്ത് LCM നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ലാസ്റ്റത്തെ എന്താണ് പറയാ, LCM എന്ന് പറയുന്നത് 4x 4 ആണ്. അപ്പൊ LCM ആയിട്ട് ലാസ്റ്റത്തെ സംഖ്യ അല്ലേ നമ്മൾ LCMത്തിന്റെ ഏറ്റവും വലിയ സംഖ്യ ആയിട്ട് എടുക്കണേ. അപ്പൊ 4 ആണ്. 4 ആക്കാൻ വേണ്ടി നമ്മളിത് വേണമെങ്കിൽ അടിയിൽ മുകളിലൊക്കെ സംഖ്യ വെച്ച് ഗുണിക്കാം. ഇപ്പൊ ആദ്യത്തെ ഇതിനകത്താണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം × 4. രണ്ടാമത്തേലാണെങ്കിൽ 4 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 + 2 + അവസാനത്തേനെ ഗുണിക്കേണ്ട, ഓൾറെഡി 4 ആണ്. അപ്പൊ 1 ബൈ അടിയില് നമ്മൾ എല്ലാത്തിനെയും സെയിം ഡിനോമിനേറ്റർ ആക്കാനാണല്ലോ ഈ പാട് ചെയ്തത്. അപ്പൊ പിന്നെ 4x എന്ന് വരും. അപ്പൊ 4 + 2 + 1/4x = 1 എന്നാണ്. മോളിക്കത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4 2 6 6 1 7 7/4x അല്ലെ. 7/4x എന്ത് ചെയ്യണം? അപ്പൊ 7/4x എന്നാ കിട്ടിയേക്കണേ. = 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 അവർ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ്. അപ്പൊ 7/4x എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ എക്സ് ഒന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്താ പറയാ നേരെ തിരിച്ചിടാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്താന്ന് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്യണം? എക്സ് എന്നെ കൊണ്ട്, അതായത് 7 ഇവിടെ കിടക്കട്ടെ. 4x-നെ നമുക്ക് ഇതുകൊണ്ട് അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4x × 1 4x തന്നെ കിട്ടും. എക്സ് ആണ് നമുക്ക് കാണണ്ടേ. എക്സ് അവിടെ തന്നെ നിർത്താം. ഇവിടെ ഗുണിക്കാനുള്ള 4 നമുക്ക് 7ന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഹരണമാകും. ദാറ്റ് മീൻസ് 7/4 ആണ്. എക്സിന്റെ വില എന്ന് പറയുന്നത് 7/4. ഞാൻ ഈ 4x-നെ 1ന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വന്നില്ലല്ലോ. ഓക്കെ, 7/4x-ലെ 4x-നെ 1ന്റെ അടുത്തേക്ക് നമ്മൾ അത് ഡിവൈഡ് ചെയ്യാനുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആയപ്പോ 1 × 4x 4x തന്നെ. അങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തേക്കണത്. 2 സ്റ്റെപ്പാണ്. അപ്പൊ 7 = 1 × 4x. ഒന്നുകൂടി ഞാൻ ഇവിടെ ചെയ്യാം, അത് സ്ക്രീനിൽ വന്നില്ല അന്നേരം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7 = 4x കിട്ടി. പക്ഷെ നമുക്ക് കാണേണ്ടത് എക്സ് ആണ്. അപ്പൊ എക്സ് ആണെങ്കിൽ 4 ഇവിടെ ഗുണിക്കാനുള്ളത്, അത് 7ന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആകും. 7/4 എന്നാണ് ആൻസർ. എക്സിന്റെ വില 7/4. ക്ലിയർ ആയോ? ഓക്കെ ടീച്ചർ. സംശയം ഉണ്ടായിരുന്ന ആളുടെ സംശയം ദിവസം ഏതാ? 3 ഒന്നുകൾ 3 ones കേട്ടാ. 3 ഒന്നുകൾ. ഓക്കെ, പിന്നെ എന്നിട്ടാണ് 2 1/10-കൾ 1/10s കേട്ടാ. 1/10-കൾ. പിന്നെ 3 1/1000. നേരത്തെ ഒരു കണക്കിന് നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി കൊണ്ടുവന്നേക്കണ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചേർന്ന് എഴുതുന്ന സംഖ്യ എങ്ങനെ ഇരിക്കുന്നു? ഇതെങ്ങനെ ഒരു നമ്പർ ആയിട്ട് നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാൻ പറ്റും? 3 ഒന്നുണ്ട്, 2 1/10-കളുണ്ട്, 3 1/1000-കളുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു പ്ലേസ് വാല്യൂ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാര്യം പറഞ്ഞു അല്ലെ.
അപ്പൊ അത് എത്രത്തോളം ക്ലിയർ ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. 3 ones. അപ്പൊ 3 ones എന്ന് പറയുമ്പോൾ 3 ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയാണ്, അതായത് പോയിന്റിന് മുമ്പുള്ള സംഖ്യയാണ് 3 എന്ന് പറയാം. ഓക്കെ, 3 ones. ഇനിയുള്ളതെല്ലാം 3.203. 3.203. ഓക്കെ, അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്, എല്ലാവർക്കും ചിലപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവില്ല. അപ്പൊ 3 ones. അപ്പൊ 3 ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള സംഖ്യയാണ്. അപ്പൊ പോയിന്റിന് മുമ്പ് 3 ഇട്ടു. പോയിന്റ് ഈ 1/10, 1/100, 1/1000 ഇങ്ങനെ വരുന്ന സംഖ്യകൾ എല്ലാം തന്നെ പോയിന്റിന് ശേഷമുള്ളതായിരിക്കുള്ളൂ. പിന്നെ സ്ഥാനം മറക്കണ്ട, നമ്മൾ സാധാരണ സംഖ്യയാണെങ്കിൽ, പോയിന്റ് ഇല്ലാത്ത സംഖ്യയാണെങ്കിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്ന് പറഞ്ഞിട്ട് വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് എണ്ണാറുള്ളത്. പക്ഷെ ഡെസിമൽ പോയിന്റ് ആ പാർട്ടിൽ വരുമ്പോ, ദശാംശ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ നിന്നാണ് പോണ്ടത്, ഇടത്തുനിന്ന് വലത്തോട്ടാണ്. 10th, 100th, 1000th, 10,000th എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോണേ കേട്ടോ. ഇതിങ്ങനെ പോകുക സംഖ്യകൾ. ഇവിടെ നിന്ന് 1, 10, 100, 1000 പറയുന്ന പോലെ ഇവിടെ 1/10, 1/100, 1/1000 അങ്ങനെ പോകുക. അപ്പൊ 2 1/10കൾ. അപ്പൊ 2 എഴുതി, 1/10ന്റെ സ്ഥാനം ആയതുകൊണ്ട് 2 എഴുതി. ഇനി 1/100s, ഹൺഡ്രഡ്സ് ഇല്ല അവിടെ. അത് കഴിഞ്ഞ് 3 എന്ന് പറയുന്നത് 1/1000s എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ 100th വാല്യൂവിലുള്ള സംഖ്യ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. 3 എന്ന് പറയുന്നത് 1/1000th സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, അവിടെ 3 എഴുതാം. ദാറ്റ് മീൻസ് ദ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 3 ones, 2 1/10s, 3 1/1000s എഴുതാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 3.203 എന്നാണ് കേട്ടോ. 3.203, 3.203 എന്നാണ്. 3.203 എന്ന് വായിക്കരുത്. നമ്മൾ വായിക്കുമ്പോൾ വായിക്കാൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും തെറ്റായിട്ട് ആരെങ്കിലും വായിച്ചാലും നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. പോയിന്റ്, ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യ നമ്മൾ എപ്പോഴും വായിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. 203 എന്ന് വായിക്കാൻ വളരെ പൊട്ടത്തരമാണത്. 203 അല്ല, അത് ഒരിക്കലും 200 അല്ല. 2ന്റെ സ്ഥാനം 200യുടെ 100ന്റെ സ്ഥാനമേ അല്ല. സോ അതങ്ങനെ വായിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മള് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഭാഗം നമ്മൾ വായിക്കേണ്ടത് 1/1 ഓരോ ഡിജിറ്റ് ആയിട്ട് വായിക്കണം. 3.203 എന്നാണ് വായിക്കേണ്ടത്. 3.203 അല്ലെങ്കിൽ 203 എന്നൊന്നും വായിക്കാൻ പാടില്ല. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു മാത്രം. നമ്മുടെ വീട്ടിലും കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പിള്ളേരൊക്കെ ഒരുപാട് പിള്ളേർ അങ്ങനെയൊക്കെ വായിക്കുന്നത് ഞങ്ങൾ കേട്ടത്. 3.46, 3.856 എന്നൊക്കെ പറയുന്നത് 3.586 അങ്ങനെയൊക്കെ തെറ്റായിട്ട് വായിക്കും. അതൊന്നും ശരിയല്ല, അത് അവരെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അടുത്തത് നോക്കാം. 1 - 1/2. ഇതും എളുപ്പമുള്ളതാണ്. 1 - 1/3. പിന്നെ എത്രയാ? 1 - 1/4. ഇൻഡു ആണ്. അതിന്റെ ഇടയിൽ ബ്രാക്കറ്റിന്റെ പുറത്ത് ചിഹ്നങ്ങളൊന്നുമില്ല. ദാറ്റ് മീൻസ് അത് ഇൻഡു എന്നാണ് സൂചിപ്പിക്കുന്നത്. 1 - 1/5 ഇൻഡു 1 - 1/6. ഇതിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. എന്താണ്? 6, 1, 1/6, 1/6, 1/6, 5, 1/6 ഇങ്ങനെയൊക്കെ ഉത്തരവുണ്ട്. എന്താണ്? 1/6. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമമായിട്ടുള്ള സംഖ്യകൾ ഒന്നിൽ നിന്ന് കുറച്ചാൽ, ഒന്നിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു പാറ്റേണിലാണ് സംഖ്യകൾ വന്നിരിക്കുന്നതെങ്കിൽ എന്താണ്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങൾ, റെസിപ്രോക്കൽസ് ഓഫ് ദ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഡക്റ്റഡ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റഡ് ഫ്രം 1, ഒന്നിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറയ്ക്കുന്ന ഒരു പാറ്റേണിലാണ് നമുക്ക് സംഖ്യകൾ തന്നിരിക്കുന്നതെങ്കിൽ സിംപ്ലി വേറെ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ഈ ലാസ്റ്റത്തെ ഫ്രാക്ഷൻ അങ്ങനെ എഴുതിയാൽ മതി. ഏതാണത്? 1/6. അപ്പൊ അത് അങ്ങനെ എങ്ങനെ നമ്മളോട് അത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് അടിച്ചേൽപ്പിച്ചാൽ അത് അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോ ചിലർക്ക് അത് ക്ലിയർ ആയി ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ 1/6 അങ്ങനെ നമ്മൾ കാണാതെ പഠിക്കുന്നത് പോലെ ആകും. പക്ഷെ വേണ്ട, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 1 - 1/2. ഇതിപ്പോ ആദ്യത്തെ ബ്രാക്കറ്റ് ആണ്. ഈ ബ്രാക്കറ്റ് ഒന്ന് നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് പോകാം. ഓക്കെ, 1 - 1/2 എന്ന് പറയുന്ന ആ ബ്രാക്കറ്റ് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം മുന്നോട്ട്. അങ്ങനെ അപ്പൊ 1, 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവും കേട്ടോ. അപ്പൊ ഞാൻ 1 ൽ നിന്ന് 1/2 കുറയ്ക്കണം, 1 ൽ നിന്ന് 1/2 കുറയ്ക്കണം എന്നാണ് അതിന്റെ ഒരു ഇത് അല്ലെ. 1 ൽ നിന്ന് 1/2 കുറച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയാണെന്ന് അല്ലെ. 1/2 അല്ലേ? 1/2 അല്ലേ?
അതെ. ഓക്കെ ശരി 1/2 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 1ന്ന് 1/2 കുറച്ചാൽ 1/2 ആണെന്ന് വീണ്ടും ഞങ്ങൾ കാണപ്പെടാൻ പഠിക്കണം. വേണ്ട, നിങ്ങൾ ഇത്രയും വീണ്ടും ഒന്നുകൂടി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അടിയില് ഇതൊക്കെ 1ന്ന് 1/2 കുറയ്ക്കണേ. എന്താണോ കുറയ്ക്കേണ്ടത് ഇവിടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. 1 മൈനസ് 1/2 1/3 1/4 എന്താണോ കുറയ്ക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഛേദമില്ലേ, ഛേദം, ഈ അടിയിലും മുകളിലുമുള്ള സംഖ്യകൾ തമ്മിൽ അങ്ങോട്ട് കുറയ്ക്കുക. അതായത് 2ന്ന് 1 കുറച്ചാൽ 1 കിട്ടും. അടിയിൽ ആ ഛേദം തന്നെ അങ്ങോട്ട് എടുത്തേക്കുക. ഓക്കെ 1/2. അപ്പൊ 1ന്ന് 1/3 കുറയ്ക്കേണ്ടതെങ്കിലോ 1ന്ന് 1/3 കുറയ്ക്കേണ്ടതെങ്കിലോ 3ന്ന് 1 കുറയ്ക്കാം. ദാറ്റ് ഈസ് 2/3. ഓക്കെ ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ ഇനി അതുപോലെ തന്നെ 1ന്ന് 1/4 കുറയ്ക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ 4ന്ന് 1 കുറയ്ക്കാം. ദാറ്റ് ഈസ് 3/4. അങ്ങനെ പോകും. എന്ന് വെച്ചാൽ നിങ്ങൾ ആ കിടക്കുന്ന ഫ്രാക്ഷൻ പാർട്ട്, ദശാംശ ഭിന്നസംഖ്യാ ഭാഗം, ഫ്രാക്ഷണൽ പാർട്ടിലെ അതിലെ അടിയിലും മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. അത് ന്യൂമറേറ്റർ അംശമായിട്ട് ചെയ്ത ഛേദം അത് തന്നെ അങ്ങോട്ട് എടുത്ത് ചെയ്ത, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ബ്രാക്കറ്റിലുള്ള പാറ്റേൺസിനെ നമുക്കൊന്ന് എങ്ങനെയെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് 1ന്ന് 1/2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ആദ്യത്തേന്റെ ഉത്തരം 1/2. ഓക്കെ ഇൻറ്റു അടുത്തത് 1ന്ന് 1/3 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടണേ? നേരത്തെ കാണിച്ചുള്ള ഞാൻ ഒറ്റയ്ക്ക് 2/3. ഓക്കെ then again അടുത്തത് 1ന്ന് 1/4 കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 3/4. ഓക്കെ അടുത്തത് നമുക്ക് 1ന്ന് 1/5 കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 4/5. 4/5. ഒരെണ്ണം കൂടി ഉണ്ട്. 1ന്ന് 1/6 കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 5/6. അല്ലെ? ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ അവസാനം നമുക്ക് 1/6 ഉത്തരം ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനത്തെ ബ്രാക്കറ്റിനകത്തുള്ള ആ ഒരു ഫ്രാക്ഷൻ ഭാഗം എടുത്ത് എഴുതിയാൽ മതി എന്ന്. ശരിയാണോ? നമുക്ക് നോക്കാം. അടിയിലും മുകളിലും 2 വന്നിട്ട് 2 വെട്ടിപ്പോവും. വീണ്ടും 3 അടിയിലും മുകളിലും ഉണ്ട്. 3 വെട്ടിപ്പോവും. 4 അടിയിലും മുകളിലും ഉണ്ട്. 4 വെട്ടിപ്പോവും. 5 അടിയിലും മുകളിലും ഉണ്ട്. 5 വെട്ടിപ്പോവും. സോ വെട്ടാത്തതായിട്ട് ഇനി ബാക്കി നിൽക്കുന്നത് എന്താണ്? വെട്ടാത്തതായിട്ട് ബാക്കിയൊക്കെ അംശത്തിൽ 1 ഉണ്ട് അല്ലെ? ഛേദത്തിൽ ഒരു 6 ഉണ്ട്. സോ ദ ആൻസർ ഈസ് 1/6. അങ്ങനെയാണ് അവിടെ 1/6 വന്നേ. ഇനി കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഞാനിപ്പോ അടിച്ചേൽപ്പിക്കുന്ന പോലെ അതിന്റെ ഉത്തരം 1/6 ശരി, അങ്ങനെ പഠിച്ചു വെച്ചു. അങ്ങനെ പഠിക്കണ്ട. ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തന്നതാണ്. അങ്ങനെയാണ് നമുക്ക് 1/6 ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ മുഴുവൻ സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട. കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ക്ലിയർ ആയാൽ ആ ഒരു കാര്യം ഇങ്ങനെയാണ് അത് അങ്ങനെ വന്ന് വെട്ടിപ്പോയി ലാസ്റ്റ് ഏറ്റവും ആദ്യത്തെ സംഖ്യയിലെ ന്യൂമറേറ്ററും ഏറ്റവും അവസാനത്തെ സംഖ്യയിലെ ഡിനോമിനേറ്ററും മാത്രം വെട്ടാതെ അങ്ങനെ നിൽക്കും. ഇങ്ങനെ ഒരു എന്താ പറയാ ഡയഗണൽ ഷേപ്പില് ഏറ്റവും ആദ്യത്തെ സംഖ്യയിലെ ന്യൂമറേറ്ററും ഏറ്റവും അവസാനത്തെ സംഖ്യയിലെ ഡിനോമിനേറ്ററും മാത്രം വെട്ടാതെ നിൽക്കും ഏത് ഇങ്ങനത്തെ കണക്ക് വന്നാലും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് അത് അങ്ങോട്ട് എടുത്ത് എഴുതുക. അത്രേ ഉള്ളൂ. അപ്പൊ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി വെട്ടേണ്ട ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് ഫുൾ പാറ്റേൺ ഒന്നും തന്നിട്ടില്ല. 1 മൈനസ് 1/2 പിന്നെ 1 മൈനസ് 1/3 1 മൈനസ് 1/3 അങ്ങനെ ഒരു പാറ്റേൺ അത് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് തന്നിരിക്കുന്നത് 1 മൈനസ് 1/10 ആണ്. എന്താ ഉത്തരം കിട്ടുക അങ്ങനെയാണെങ്കിൽ? 1/10 തന്നെ. ഓക്കെ 1/10 തന്നെയാണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ ഇതാണ്. അപ്പൊ ആ കാര്യം പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇത് വേണമെങ്കിൽ മറ്റേ സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. കാര്യം മനസ്സിലായെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6/119 ഇൻറ്റു 63/84 ഇൻറ്റു 17/9 അതിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 1/14. 2/3 9/14 3/8 1/14 4 ഓപ്ഷൻസ് അങ്ങനെയാണ്. ആൻസർ ഏതാണുള്ളതെന്ന് വെച്ചാൽ 1/14. 1/14. എല്ലാവർക്കും 1/14 കിട്ടിയോ? മിസ്സിന് പറഞ്ഞു തരുമോ? ഒന്ന് ക്ലിയർ ചെയ്തോ? ക്വസ്റ്റ്യൻ കാണാറില്ലേ? ഓക്കെ അപ്പൊ നോക്കിയേ. 6/119 ഇൻറ്റു 63/84 ഇൻറ്റു 17/9 ഇത് നിങ്ങൾ വെട്ടിച്ചെറുതാക്കി ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ
ഒറ്റയടിക്ക് നമുക്കിതിപ്പോ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചിട്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതും ഗുണിച്ചിട്ട് പിന്നെ ഹരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ വലിയ സംഖ്യയിലേക്ക് പോകും. അതിനേക്കാൾ ഭേദം നമ്മളതിനെ നമ്മൾക്കറിയാവുന്ന ടേബിൾ ഏതെങ്കിലും ടേബിൾ വെച്ചിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് വെട്ടിച്ചെറുതാക്കാം. 9ന്റെ ടേബിളിൽ 63 കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. 9ന്റെ ടേബിളിൽ 63 എത്രാമത്തെ ടേബിളിലാ പോണേ? 7 9s are 63. 7 9s are 63. അപ്പൊ 7 ടൈംസ് 9 ഉണ്ട് ഏതില്? 63ല്. അപ്പൊ 7 കൊണ്ട് വെട്ടി 63നെയും 9നെയും കൂടി നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ 7 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 7 63ലാണ്. അപ്പൊ 63 ആണ് വലിയ സംഖ്യ. അവിടെ കൊണ്ടുപോയി 7 എഴുതി വെക്കണം. അല്ലാതെ പറ്റില്ല കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ട് വെറുതെ വെട്ടിയിട്ടൊരു കാര്യമില്ല. എത്ര പ്രാവശ്യം? 9 എന്ന് പറയുന്ന സംഖ്യ 7 പ്രാവശ്യം 63ൽ പോകുന്നുണ്ട്. അപ്പൊ 63 വെട്ടിയിട്ട് അവിടെ 7 എഴുതി, 9ഉം അതോടൊപ്പം വെട്ടി. ഇനിയും നമുക്ക് വെട്ടാൻ പറ്റും ഏതെങ്കിലുമൊക്കെ സംഖ്യ ഉണ്ട്. ഇനി ഏതെങ്കിലും സംഖ്യനെ വെട്ടാൻ പറ്റും? 7നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് വെട്ടാൻ പറ്റുമോ? 119. 7നെ 119 കൊണ്ട് വെട്ടാം. 119ല് 7 എത്ര പ്രാവശ്യം പോകും? 17. യെസ്, 17 പ്രാവശ്യം പോകും. 17 × 7 ആണ് 119. അപ്പൊ 7 വെട്ടി 119 വെട്ടി 119ന്റെ സ്ഥാനത്താണ് നമ്മൾ 17 എഴുതേണ്ടത്. അല്ലാണ്ട് 7ന്റെ സ്ഥാനത്തായിരുന്നില്ല കേട്ടാ. കാരണം 7 ചെറിയ സംഖ്യ, 119 ആണ് വലുത്. അപ്പൊ അതിൽ എത്ര 7കൾ ചേർന്നിട്ടുണ്ട്? 119ൽ 17 7കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ 119ന്റെ അവിടെയാണ് നമ്മൾ 17 എഴുതണ്ടേ. വീണ്ടും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. 17 കൊണ്ട് തന്നെ വെട്ടി ചെറുതാക്കാം. ദാറ്റ് ഈസ് 1 ടൈം, ഒരു പ്രാവശ്യം. 17 കൊണ്ട് വെട്ടി. ഇനി ഉണ്ടാവും 84ന് വെട്ടാൻ പറ്റുമോ ഏതെങ്കിലും സംഖ്യ കൊണ്ട്? 6നെ വെട്ടാം അല്ലെ? 6നെ വേണമെങ്കിൽ നേരെ പകുതിയാക്കി വെട്ടാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ. ഞാനിവിടെ പകുതിയാക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ 3 പ്രാവശ്യം അല്ലെ? 3, അതായത് 6ന്റെ പകുതി 3ഉം 84ന്റെ പകുതി 42ഉം. ഓക്കെ, വീണ്ടും നമുക്ക് ചെറുതാക്കാം. 3ന്റെ ടേബിളില് 3ൽ ഒരു പ്രാവശ്യം പോകും. 42ല് കറക്റ്റ് ആയിട്ട് പോകും. എത്ര പ്രാവശ്യം പോകും? 14 പ്രാവശ്യം പോകും. സോ അപ്പൊ വെട്ടാതെ ബാക്കി നിൽക്കുന്നത് 14 ഡിനോമിനേറ്ററിൽ കേട്ടാ. ഛേദത്തിലാണ് 14 ഉള്ളത്. ഓക്കെ, ഇനി അംശത്തില് എല്ലാ സംഖ്യകളും വെട്ടിപ്പോയി. എല്ലാ സംഖ്യകളും വെട്ടിപ്പോയിട്ട് അവിടെ 0 ഒന്നും പറഞ്ഞിടാൻ പറ്റില്ല. 0/14 എഴുതാൻ പറ്റില്ല. എല്ലാ സംഖ്യയും മുകളിൽ നിന്ന് വെട്ടിപ്പോയാൽ നമ്മൾ അവിടെ എഴുതാറുള്ളത് 1 ആണ്. 1/14, 1/14. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും ഒരു ദശാംശ സംഖ്യയാണ്. 0.0000312 by 0.13 into 0.2. ആൻസർ എന്താ നോക്കാം. ആൻസർ കിട്ടി, പക്ഷെ പോയിന്റ് ഇടണ്ടെന്ന് പറഞ്ഞുതരും. ആ, അപ്പൊ മുകളിലത്തെ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. അതങ്ങനെ തന്നെ എഴുതാം. 0.0000312. ഓക്കെ, 6 സ്ഥാനത്തേക്കാണ് അവിടെ പോയിന്റ് എടുക്കുന്നത്. അടിയില് 13നെ 2 കൊണ്ട് ഗുണിച്ചു. ഞാൻ പറഞ്ഞു പോയിന്റിന് മുമ്പോ ശേഷോ പൂജ്യങ്ങൾ മാത്രമേ ഉള്ളൂങ്കിൽ ആ സംഖ്യ മാത്രം ഗുണിച്ചാൽ മതി. 13 × 2 26 ആണെന്ന് നമുക്കറിയാം. 26 എഴുതുന്നു. പക്ഷെ അവിടെ 1 2 3 സ്ഥാനത്തേക്ക് പോയിന്റ് വേണം. പക്ഷെ ഇവിടെ 2 സ്ഥാനങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇടണം. അപ്പൊ 0.026 എന്ന് പറയുന്ന ഒരു ഡെസിമൽ പാർട്ടാണ് നമുക്ക് കിട്ടുക, ദശാംശ ഭാഗം. 0.026. ഇനി എന്താ ചെയ്യാം നമുക്ക്? അപ്പൊ നമ്മുടെ സംഖ്യ ഇങ്ങനെയാകും. 0.0000312 by 0.026. ടീച്ചറെ ആദ്യം പോയിന്റ് 2 കൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് പിന്നെ ചെയ്താൽ പോരെ? എന്താ? പോയിന്റ് 2 കൊണ്ട് ആദ്യം സിംപ്ലിഫൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അപ്പൊ ആ പോയിന്റ് ഡിജിറ്റ് ഇട്ട് നമ്മൾ ഇച്ചിരി കൂടെ മനസ്സിലാവുമായിരുന്നു. പോയിന്റ് 2 വെച്ച് ചെയ്യുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 2 പോയിന്റ് കൂടി നമുക്ക് സെയിം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആ പോയിന്റ് വരുന്ന സംഖ്യ മനസ്സിലാവും. അപ്പൊ പോയിന്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ് ഇടുന്നത് ഇച്ചിരി കൂടെ മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കണക്ക് തന്നെയാ. മുകളില് 6 ഡെസിമൽ പോയിന്റ് ഉണ്ട്. 6 സ്ഥാനം നീക്കിയിട്ടാണ് ഡെസിമൽ എടുക്കണേ. താഴേത്
പൊട്ടിത്തെറിച്ചിട്ടാവോ കിടക്കണം. ഓക്കെ, മുകളിലെ അംശത്തില് 6 സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്, അടിയില് 3 സ്ഥാനം നീക്കി പോയിന്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് 3 സ്ഥാനം നിർത്താം. 3 സ്ഥാനം നിർത്തുമ്പോ മുകളിലത്തെ 312 എഴുതിയതിനു ശേഷം അടിയിലത്തെ 3 സ്ഥാനം മാറ്റാൻ വേണ്ടി നമുക്ക് 216 ആ 3 സ്ഥാനം, മുകളിൽ 3 സ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ ഈ 3 സ്ഥാനത്തിലെ 3 സ്ഥാനങ്ങൾ വെട്ടാം. ബാക്കി നിൽക്കുന്നത് മാത്രം നോക്കിയാൽ മതി നിങ്ങള്. അപ്പൊ 312 3 സ്ഥാനം അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പൊ 26ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3 സ്ഥാനം കൂടുതൽ ഇട്ട് കൊടുക്കണം. അതിന് 3 സ്ഥാനത്തിന് കൂടുതലാക്കാൻ വേണ്ടി നമ്മൾ സീറോസ് ആണ് ഇട്ട് കൊടുക്കുക. അപ്പൊ 312/26,000 എന്ന് വരും. 26,000. അതെങ്ങനെ 26,000 വന്നേ? നമ്മൾ സാധാരണ പോയിന്റ് നീക്കാൻ വേണ്ടി എത്ര കൊണ്ട് കുടിക്കും? എത്രയൊക്കെ 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കും അല്ലെ. മുകളില് 6 പൂജ്യമുള്ള ഒരു എന്താ പറയാ 10 ലക്ഷം എന്ന് പറയുന്ന സംഖ്യ വെച്ച് കുടിക്കണം. അടിയിലും 10 ലക്ഷം കൊണ്ട് തന്നെ കുടിക്കണം. ഒരേപോലെയാണ് കുടിക്കുക. പക്ഷെ ഞാൻ അത് കുടിക്കുന്നത് കാണിക്കുന്നില്ല. കാരണം ഒരേ നമ്പർ ഓഫ് പോയിന്റ് നമ്മൾ വെട്ടിമാറ്റി. അതായത് അടിയിലെ 3 എണ്ണം എടുത്തു, മുകളിലത്തെ 3 എണ്ണം വെച്ച് വെട്ടി. ബാക്കി മുകളിൽ എക്സ്ട്രാ ഇനി 3 ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത സംഖ്യ ഉണ്ട്, ഭാഗം നീക്കാനുള്ളതുണ്ട്. അതിനുവേണ്ടി അതിനെ ഹോൾ നമ്പർ ആക്കിയിട്ട് അടിയിലുള്ള ഭാഗത്തിന്റെ പോയിന്റ് കളയാൻ എന്ത് ചെയ്തു? നമ്മള് ഒരു 3 പൂജ്യമുള്ള 1000 കൊണ്ട് കുടിച്ചു. 1000 കൊണ്ട് കുടിക്കുന്നതിന് പകരമാണ് ഞാൻ അവിടെ 3 പൂജ്യം ഇട്ട് കൊടുത്തത്. അപ്പൊ 312/26,000 എന്ന് കിട്ടും. ഇനി അതിനെ ചെറുതാക്കണം നമ്മള്. മാക്സിമം ചെറുതാക്കി നിങ്ങളുടെ ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന ഉത്തരത്തിലേക്ക് എത്തണം. 0.012 120, പിന്നെ 1.2 0.12. ഇതിലേതാണോ കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കാം. ഏതാ കിട്ടിയത്? 0.012 ആണോ, 120 ആണോ, 1.2 ആണോ, 0.12 ആണോ? ഏതാ കിട്ടിയേ? ഇതിന്റെ ക്രിയ ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാലോ അല്ലെ, ഹരിക്കാലോ. നേരത്തെ ഹരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. പോയിന്റ് ഇട്ടിട്ട് പോയില്ല എങ്കിൽ ഒരു 0 പോയിന്റ് ഇടാം. അത് കഴിഞ്ഞ് വീണ്ടും പോയില്ലെങ്കിൽ വലുതാക്കണം. സംഖ്യനെ വലുതാക്കാനായിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാം. പക്ഷെ പോയിന്റ് ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയും മാർക്കിൽ സംശയം ഉണ്ടത്. 312നെ 26,000 കൊണ്ട് ഹരിക്കണം എന്ന്. 26,000 എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി 312 ഒത്തിരി വലിയ സംഖ്യയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പോയിന്റ് ഇടാം, ഒരു 0 ചേർത്തു. പക്ഷെ അപ്പോഴും വലുതായില്ല സംഖ്യ. ദാറ്റ് മീൻസ് 3120 ആണോ, അപ്പോഴും അവിടെ അത്ര വലിയ സംഖ്യ ആണ് 26,000. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി പോയിന്റ് ഇടാൻ പറ്റില്ല. ഇനി ഒരു 0 ആണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരു 0 ഇട്ട് കൊടുത്താൽ ഇവിടെ ഇപ്പൊ ശരിയായി. ഇപ്പൊ 31,200 അത് വലിയ സംഖ്യ, 26,000 ചെറിയ സംഖ്യ. ഒറ്റ പ്രാവശ്യം പോകുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഒരു പ്രാവശ്യം എഴുതാം. 26,000 ഇങ്ങനെ താഴേക്ക് എടുത്ത് എഴുതാം. എന്നിട്ട് അത് കുറയ്ക്കാം. 200 ഇവിടെ നമുക്ക് മൈനസ് ചെയ്യുമ്പോ കിട്ടും 6 5 11 52 20. അപ്പൊ വീണ്ടും നമുക്ക് പോകൂല എന്നറിയാം. കാരണം 5200 ചെറുതാണ് 26,000 കമ്പയർ ചെയ്യുമ്പോൾ. 0 നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇനി വീണ്ടും മുകളിൽ പോയിന്റോ 0യോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ 0 ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. 52,000ൽ 26,000 കറക്റ്റ് ആയിട്ട് പോകും 2 പ്രാവശ്യം. 52,000 അല്ല 26,000 × 2 52,000 തന്നെയാണ്. കറക്റ്റ് ആയിട്ടാണ് പോണേ. സോ ദ ആൻസർ ഈസ് 0.012. ക്ലിയർ ആയോ? ഓക്കെ. ആ ഒരേ നമ്പർ ഓഫ് ഡെസിമലിന്റെ ഭാഗം മാറ്റാം. ബാക്കിയുള്ള ഭാഗത്തിന് 0 ഇട്ട് കൊടുത്താൽ മതി. ബാക്കി റിമൈനിങ് ഭാഗത്തിന്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ചെറുതിലെ പഠിക്കുന്ന പോലെ എത്ര പോയിന്റ് ഉണ്ട് അത്രയും സംഖ്യ 10ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കുടിക്കുക അത് വേണമെന്നില്ല. അത് നമ്മളിങ്ങനെ മനസ്സിൽ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ 129ന്റെ 5 1/3 ഭാഗം. 129ന്റെ 5/3 ഭാഗം എന്ന് പറഞ്ഞാൽ 129 × 5 1/3 പ്ലസ് 18.5 പ്ലസ് ഡാഷ് ഏതോ ഒരു സംഖ്യ അവിടെ മിസ്സിംഗ് ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1052.46 കിട്ടണമെന്ന്. 1052.46. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഉത്തരം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു ക്രിയ ചെയ്യണം. ഇൻറ്റു, കാരണം ബോത്ത് മാസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മറ്റേ കിട്ടിയ ആൻസറിൽ നിന്ന് കൂടെ 18.5 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യും? 129 × 5/3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? 129 × 5 1/3 3 × 5 15 15 × 16
16/3 പ്ലസ് 18.5. ഓക്കെ, ഇത്രയും ചെയ്യാം. ആദ്യം 3 കൊണ്ട് വെട്ടി ചെറുതാക്കാലോ ഇതിനെ. 44 പ്രാവശ്യം 4 3 12 3 9 43 അല്ലെ 43. ഓക്കെ, 43 × 16. 43 × 16 എത്ര കിട്ടി? 688. 88. 688 കറക്റ്റ് ആണ്. 688 അതിന്റെ കൂടെ പ്ലസ് ഒരു 18.5 കൂട്ടണം. 18.5 കൂട്ടിയാൽ എത്ര കിട്ടും? 0.5 അങ്ങനെ എഴുതാം. 706.5 ആണോ? അതെ. അതെ, 706.5 കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻസിൽ 706.5 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു ഈക്വൽ ടു 1042. 42 അല്ലേ? 52.46. ആ പോയിന്റ് 46. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിർത്താം. നമുക്ക് 1052.46 അടുത്തേക്ക് നമുക്ക് 706.5 കൊണ്ടുപോകുമ്പോ എന്താകണം? പ്ലസ് ആകണോ മൈനസ് ആകണോ? മൈനസ് ആക്കണം. പ്ലസ് ആയിരുന്നല്ലോ, ഇവിടെ പ്ലസ് ആണ് ചെയ്യേണ്ടായിരുന്നേ. പക്ഷെ ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് ചാടിക്കുമ്പോ അത് മൈനസ് ആകും. അപ്പൊ മൈനസ് ചെയ്യുമ്പോ എന്ത് ഉത്തരം കിട്ടി? കുറച്ചത് 345.96. അതെ, ശരിയാണ്. 345.96. 345.96. ഒന്ന് ഇവിടുന്ന് കടം മേടിക്കണം. 14 ആകണം. അപ്പൊ ഇവിടെ 9 ആവും. പോയിന്റ് ഇടാ. പോയിന്റ് ഇട്ടു. പിന്നെ ഇവിടെ ബാക്കി 1 ഉള്ളൂ. അപ്പൊ ഇപ്പുറത്തൊന്ന് ഒന്ന് വീണ്ടും കടം മേടിച്ച് 11 ആക്കി. 11 6 കുറച്ച് കഴിഞ്ഞാൽ 5 വരും. 5. ബാക്കി ഇവിടെ അവിടെ നിന്ന് കടം വാങ്ങിച്ചത് കൊണ്ട് ഇവിടെ 4 ഉള്ളൂ. 4 ആക്കി എഴുതാം. 10 ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 3. 345.96. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓക്കെ. നമ്മളിപ്പോ ചെയ്തത് 15ാമത്തെ കണക്ക് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 5 കണക്ക് ബാക്കി വന്നിട്ടുണ്ട് വീണ്ടും. അപ്പൊ ഇന്നത്തെ 5 കണക്ക് ബാക്കിയുള്ളതും കഴിഞ്ഞ ദിവസത്തെ 2 കണക്ക് ബാക്കിയുള്ളതും അത്രയും കുറച്ചിട്ടാണ് നമ്മൾ ആദ്യം അത് ഡിക്റ്റേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുള്ളൂ. അപ്പൊ അത് ഇതുകൂടെ ഒന്ന് നിങ്ങൾ ചെയ്ത് തീർക്കാം കേട്ടോ. ഇതിനകത്ത് വരെ ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും മാത്രമുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് വന്നേക്കുന്നത് എല്ലാം തന്നെ. അതൊന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ആൻസർ കണ്ടെത്തിയിട്ട് വരാം. അടുത്ത ദിവസം അത് ആൻസർ പറയാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു മിസ്.